ഇപ്പോൾ കൊൽക്കത്തയിൽ വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അലയടിക്കുകയാണ്. മമതാ സർക്കാരിനെതിരെ നിരവധി ആളുകളാണ് പ്രതിഷേധത്തിൽ ഇറങ്ങിത്തിരിക്കുന്നത്. വളരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് കടക്കുന്നു.
കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് BJP. വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തെ തടയാൻ മമതാ സർക്കാർ പല നടപടികൾ സ്വീകരിച്ചെങ്കിലും ഒന്നും ഫലം കണ്ടില്ല. പ്രതിഷേധം മുന്നിൽ കണ്ട പോലീസ് വിദ്യാർത്ഥി നേതാക്കളെ കരുതൽ തടങ്കലിൽ അടച്ചെങ്കിലും കൽക്കട്ടയുടെ തെരുവുകൾ വലിയ പ്രതിഷേധത്തിനാണ് വേദിയാകുന്നത്. പോലീസ് തീർത്ത ബാരിക്കേഡുകൾ പോലും മറികടന്നുകൊണ്ട് പ്രതിഷേധക്കാർ വളരെ ശക്തമായ രീതിയിൽ മുദ്രാവാക്യം മുഴക്കി മുന്നോട്ട് കടക്കുകയാണ്. പ്രതിഷേധം രൂക്ഷമാകുന്ന സാഹചര്യം. കൂടുതൽ വിവരങ്ങളുമായി ഗൗതം ചേർന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ഗൗതം, വളരെ ശക്തമായ പ്രതിഷേധം BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഒരുപക്ഷെ മമതയുടെ കിരാതമായ നടപടികളോട് മൗനം പാലിക്കുന്നവർക്കുള്ള ശക്തമായ മറുപടി കൂടിയല്ലേ ഇത്? വിഷ്ണുവും ഈ യുവ ഡോക്ടർ കൊടിയ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇപ്പോഴും പ്രതിഷേധം ആഞ്ഞടിക്കുകയാണ്. ഓഗസ്റ്റ് മാസം 9-ാം തീയതിയാണ് ഈ സംഭവം നടന്നത്. ഇന്നിപ്പോൾ തീയതി 27 ആകുമ്പോഴും രാജ്യവ്യാപകമായി തന്നെ വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നതിന്റെ കാരണം ഈ കേസ് വലിച്ചു നീട്ടുകയും അതോടൊപ്പം തന്നെ ഈ കേസിലെ പ്രധാനപ്പെട്ട പല ക്രിമിനലുകളെയും സംരക്ഷിക്കുവാൻ മമതാ സർക്കാർ ശ്രമിച്ചു എന്നുള്ളതാണ്. അതാണ് ഇത്ര വ്യാപകമായ പ്രതിഷേധം രാജ്യവ്യാപകമായി ഇപ്പോഴും തുടരുന്നത്. നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ കൊൽക്കത്തയിൽ നിന്നാണ്. വലിയ സംഘർഷം അവിടെ BJPയുടെ മാർച്ചിൽ രൂപപ്പെട്ടിരിക്കുന്നു. BJPയുടെ പല മുതിർന്ന നേതാക്കൾ, നമുക്കിപ്പോൾ ദൃശ്യത്തിൽ ലോക്കറ്റ് ചാറ്റർജിയെ കാണാം. മുൻ MP ആണ്. BJPയുടെ പശ്ചിമ ബംഗാളിലെ മുഖമാണ്. മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലോക്കറ്റ് ചാറ്റർജിക്ക് ഉൾപ്പെടെ ഈ ഒരു പോലീസ് ലാത്തിചാർജിൽ പരിക്കുകൾ ഏറ്റിരിക്കുന്നു. അവർ മുഖം പൊത്തിക്കൊണ്ടാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ടിയർ ഗ്യാസ് പ്രയോഗിച്ചിരിക്കുകയാണ് അവിടെ കൊൽക്കത്ത പോലീസ്. അതിനാൽ ആ ടിയർ ഗ്യാസ് പ്രയോഗത്തിൽ വലിയ തോതിലുള്ള പരിക്കുകൾ പല നേതാക്കന്മാർക്ക് ഉൾപ്പെടെ പറ്റിയിരിക്കുന്നു എന്ന് വേണം ദൃശ്യങ്ങളിലൂടെ കാണാൻ. ഇപ്പോൾ ലോക്കറ്റ് ചാറ്റർജിയെ നമുക്ക് ദൃശ്യത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അവർ മുഖം കഴുകുന്നു വെള്ളം ഉപയോഗിച്ച്. കാരണം ഈ ടിയർ ഗ്യാസിന്റെ വലിയ ഷെല്ലുകൾ മുഖത്തേക്ക് ഉൾപ്പെടെ തെറിച്ചിട്ടുണ്ടായേക്കാം. അതിനാൽ മുഖം കഴുകിക്കൊണ്ട് നീങ്ങുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ലോക്കറ്റ് ചാറ്റർജിക്ക് ഈ ടിയർ ഗ്യാസ് പ്രയോഗത്തിൽ പരിക്കേറ്റിരിക്കുന്നു. അതിനാലാണ് അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.